അനിയൻ്റെ പുതിയൊരു പരിപാടിയാണ്. അപ്പോൾ രാവിലെ ഞാനാണ് ഇവൻ വിളിക്കുന്നത്, ഇതൊന്ന് പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഞാനും ഇവനും കൂടിയിട്ട് ഇത് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ച്. ഈ ഡ്രമ്മിൽ മീനിൻ്റെ കൃഷി ചെയ്യാനുള്ള പരിപാടി ഇവൻ്റെ. അപ്പോൾ അതിന് മീനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും ഇറങ്ങിയതാണ്. കുറച്ച് മുന്നേ അപ്പും ചിക്കും കൂടി താഴേക്ക് ബൈക്ക് പോകുന്നുണ്ടിന്, കയ്യിലൊരു ചാക്കും കണ്ടിന്. അപ്പോൾ അവരെ താഴെ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പുറമില്ല ദിനേശാൻ്റെ കടയിൽ ഒന്ന് ചെന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാളും ഉണ്ടാടാ. താറാവിനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇറച്ചിയാക്കി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. താറാവിന്റെ കാലനൊക്കെ 10 മുട്ടയുണ്ട്. നായ്ക്ക് രണ്ട് ബിടല് ഈ 4 ദിനേശാട്ടെ കൊന്നു തന്നു കേട്ടോ. ഓരിടത്തെ അനാദി കച്ചവടവും അതിൻ്റെ ഒപ്പരം തന്നെ ഒരു ഇറച്ചിക്കടയും നടത്തുന്നുണ്ട്. ഇതിനെ ഒരു ശരിയാക്കി വെക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ 4 പോയിട്ട് ആ മീനിൻ്റെ പരിപാടി നോക്കി. അങ്ങനെ മീനെല്ലാം എടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ താറാവിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങി. നമ്മൾ നേരത്തെ കണ്ട താറാവിന് അപ്പു ശരത്തപ്പു ഇല്ല, ശരത്ത് വട്ടോളി അപ്പു കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ എന്നാ സംഭവം ആക്കുവാന്നൊന്ന് നോക്കാമല്ലോ. ചിക്കുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കുക്കിംഗ് നടക്കുന്നത്. ചിക്കുവിൻ്റെ വീടെത്തിയിട്ടുണ്ട്. നല്ല മണലം കേൾക്കുന്നുണ്ട്. കുറേ നേരമായി വെക്കാൻ വന്നിട്ട്. ഞാനവിടെ മീനിൻ്റെ കുറച്ച് പരിപാടി ആയതുകൊണ്ട് അവിടെ നിന്ന് പോയതാണ്. എന്തായിന്ന് നോക്കാം. ആടെ ചിക്കുവപ്പം മാത്രമല്ല, അവരാപ്പെ സനിയാട്ടനും പാച്ചുവാട്ടനും ഷാജിയാട്ടനും എല്ലാം ഉണ്ടേനു. ഞാൻ എത്തിയാലോ എല്ലാവരും നല്ല തിരക്കിലേനു. ഷാജിയാട്ടനും പാച്ചുവാട്ടനും കൂടിയിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തിടുന്നേനു. സനിയാട്ടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം കൂട്ടി അരച്ചെടുക്കുന്നേനു. അപ്പു കുക്കിംഗ് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ചട്ടി ചൂടാക്കി എണ്ണയിലേക്ക് ഒഴിച്ച് ഇടക്കിടക്ക് ഞാൻ അവനോട് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ മുട്ടി ഒന്നും എടുത്ത് വെച്ചിന്. ആ മുട്ടയാണ് ഇതിന്റെ മെയിൻ മാസ്റ്റർ സംഭവം. മപ്പാസിന്റെ ഏറ്റവും ടോപ്പ് ആണ് അത്. അതൊക്കെ റാറാവിച്ചിന് മാത്രം ഉപയോഗിച്ചില്ല. അങ്ങനെ ഇൻഗ്രീഡിയൻസ് പറയും. എന്തായാലും ഇൻഗ്രീഡിയൻസ് നമ്മള് ഗാർലിക് പേസ്റ്റ് ആണ്, ഇഞ്ചി വെളുത്തുള്ളി, ഇത് ചെറിയ ഉള്ളി, ഇത് പച്ചമുളക്, ഇത് പിന്നെ ഇത് താറാവിൻ്റെ മുട്ടയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യാൻ മാറ്റി വെച്ചാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ 6 വിസിൽ താറാവിൻ്റെ ഇത് വേവിക്കാനായിട്ട് നമ്മൾ വെക്കും. ഇതിപ്പോൾ ചട്ടി ഇപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഗാർലിക് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പം ഈ ചൂടാക്കുമ്പോൾ ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാവും, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ കുക്കിങ്ങെല്ലാം തുടങ്ങിയതിന് ശേഷം പിന്നെ ആളെ അങ്ങ് മാറി. പിന്നെ ഫുൾ ശ്രദ്ധ കുക്കിങ്ങിൽ തന്നെയായി. നമ്മൾ കുറച്ച് കൃത്യമാക്കിയുണ്ട്. ഇത് ഇടുമ്പം തന്നെ നമ്മുടെ ഫുള്ള് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ച് സ്മെല്ലിന് വേണമെങ്കിൽ 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയുള്ളി, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയാണ്. വെല്ലുള്ളി ആവശ്യമില്ല. കാരണം ചെറിയുള്ളി അപ്പോൾ ശരീരത്തിന് ഹെൽത്തി ആയിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യാം, ഉള്ളി പെട്ടെന്ന് വാടാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ദുബായിൽ അവൻ്റെ റൂമിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ഓരോ കഥകൾ എന്നോട് പറയുമ്പോൾ ഞാനും അവൻ്റെ ബിടലാന്ന് പറഞ്ഞിട്ട് കുറേ കളിയാക്കിയിട്ടുണ്ട്. ഇവൻ്റെ ആ സംസാരത്തിൽ നിന്ന് ഈ ഒരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരുന്നാൽ എനിക്ക് മനസ്സിലായി അവന് കുക്കിങ്ങിനോട് നല്ല താല്പര്യമുണ്ട്. ഓക്കെ, ഇത് കുറച്ച് വഴറ്റി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ കുക്ക് അപ്പു ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഞാനും സനിയാണെല്ലാം ചെറിയ ചെറിയ ഓരോ സഹായങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടേ. ഇതിൻ്റെ ഇടയിൽ ഗംഭീര കഥ പറച്ചിലെല്ലാം നടക്കുന്നുണ്ട്. താറാവിൻ്റെ മുട്ടയാണ് ഇവിടെ നമ്മൾ ഇതിലേക്ക് ഇടുന്ന.
ഏകദേശം നമ്മളെ താറാവ് കറി റെഡിയായി. ഈ ഒരു മുട്ടയും കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ സംഭവം ആയി. ഗൈസ് അപ്പു ഉണ്ടാക്കിയ താറാവ് കറിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. നല്ല ചൂടുണ്ട്. അനക്ക് കുറച്ച് എരിവ് കുറവേ വന്നു. നല്ല എരിവുണ്ട്. സാധനം സൂപ്പറാണ്. താറാവിൻ്റെ മുട്ടയാണ് കഴിച്ചു നോക്കിയിട്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേസ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാം. ഞാൻ വിചാരിച്ച വെറും വിടലാണ്, പക്ഷെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളറിയാം. ഞാൻ ഇവൻ്റെ ഇത് കേട്ടിട്ട് ഞെട്ടിയില്ല. ഫുഡെല്ലാം ഉണ്ടാക്കി തന്ന് നമ്മൾ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ കവിത ആസ്വദിക്കുന്നതിനും ആ കവിതേൻ്റെ അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരലേനും അവസാനം മാത്രമേ അവൻ ഭക്ഷണം കഴിച്ചുള്ളൂ. നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞ് അവന് ഇഷ്ടം ഇതാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി എല്ലാവരും കഴിക്കുന്നത് നോക്കിക്കുന്നതാണ് അവനിഷ്ടം എന്ന് പറഞ്ഞു. എന്നാലും അവനോട് കിടന്ന് ആ കവിതയെക്കുറിച്ച് പറയുമ്പല്ലോ നമ്മളെല്ലാം ശ്രദ്ധ ആയി താറാവിലും അവിലും. മലയാളത്തിൽ വായിച്ച് നമ്മളെ മനസ്സിലാക്കുന്നില്ലേ? വീട് നിങ്ങൾ ചെയ്യില്ലായിരുന്നു. അങ്ങനെ അപ്പു ഉണ്ടാക്കിയ താറാവിറച്ചിയോ അവിലെല്ലാം കഴിച്ച് വയറ് നിറച്ച് വീട്ടിലേക്ക് പോന്നു. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.